പ്രധാനപ്പെട്ട ചില വാക്കുകളിലേക്ക് ഒരു വാർത്താ സമ്മേളനത്തിലേക്കാണ് നമുക്ക് പോകേണ്ടത്. രാജിവെക്കുമെന്ന് കരുതപ്പെടുന്ന അടൂർ ഗോപാലകൃഷ്ണൻ, കെ.ആർ. നാരായണൻ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ചെയർമാൻ അടൂർ ഗോപാലകൃഷ്ണൻ വാർത്താ സമ്മേളനം നടത്തുന്നു. തത്സമയ സംപ്രേഷണം. ദുഃഖകരമായ സംഗതിയുണ്ട്. ഒരു ഭാഗം മാത്രം കേട്ട് ഉടനെ അതിനെ ഒരു ചൊല്ലുണ്ട്, കള്ളം കള്ളത്തെ പ്രസവിക്കുമെന്ന്. അങ്ങനെ കള്ളം പ്രസവിച്ച് അങ്ങനെ പോയി. വേറെയും ചൊല്ലുകളുണ്ട്, അത് ഞാൻ പറയുന്നില്ല. അതായത് ഒന്ന്, നമ്മുടെ നാട്ടിൽ പ്രചാരത്തിൽ നാട്ടുകാരെല്ലാം പറയുന്ന ഒരു പ്രയോഗമുണ്ട്, ആടിനെ പട്ടിയാക്കാന്ന്. നമ്മുടെ മാധ്യമങ്ങളും അതിന് ഫീഡ് ചെയ്ത ആളുകളൊക്കെ ചെയ്തത് ആടിനെ പട്ടിയാക്കുക മാത്രമല്ല, ആടിനെ പേപ്പട്ടി തല്ലിക്കൊന്നു. ഇതാണ് സംഭവിച്ചത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് നേരിട്ട് സംസാരിക്കണം തീരുമാനിച്ചത്. ഞാൻ ഇന്നലെ നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ സന്ദർശിച്ച് അദ്ദേഹമായിട്ട് സാമാന്യം ദീർഘമായിട്ട് തന്നെ സംസാരിച്ച് എൻ്റെ രാജിക്കത്ത് കൊടുക്കുകയായിരുന്നു ഈ സ്ഥാപനത്തിൽ നിന്ന്. നിങ്ങളൊരു കോപ്പികൾ കിട്ടിയെങ്കിൽ പിന്നെ ഞാനിത് വായിക്കേണ്ട കാര്യമില്ലാന്ന് തോന്നുന്നു. ഞാൻ ആദ്യം ഉദ്ദേശിച്ചത് വായിക്കാനാണ്. കോപ്പി കിട്ടിയിട്ടുണ്ടോ? കോപ്പി കൊടുത്തിട്ടില്ലേ? ആരാ എൻ്റെ ആളുകൾ? ആരാ കിട്ടില്ല? ഞാൻ വളരെ ചുരുക്കി പറയാം. ഞാൻ പക്ഷെ വായിക്കാം, എങ്കിലും അത് കൂടുതൽ സൗകര്യം. അഥവാ കിട്ടാത്തവരുണ്ടെങ്കിൽ നാശത്തിന്റെ വക്കിൽ എത്തി നിന്നിരുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഉദ്ധാരണത്തിനും അതിനെ രാജ്യത്തെ തന്നെ മികച്ച സിനിമാ പരിശീലന കേന്ദ്രമാക്കുന്നതിനും വേണ്ടി ആത്മാർത്ഥമായി പരിശ്രമിച്ച 3 കൊല്ലമാണ് പിന്നിട്ടത്. ഈ വിഷയത്തിൽ എന്നോടൊത്ത് അഹോരാത്രം പടിയെടുത്ത ഒരു വ്യക്തിയായിരുന്നു ശ്രീ ശങ്കർ മോഹൻ. തിരക്കഥാ രചനയിലും സംവിധാനത്തിലും പൂന ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ബിരുദാനന്തര ബിരുദം നേടിയിട്ടുള്ള അദ്ദേഹം ഈ രാജ്യത്തെ സിനിമയെ സംബന്ധിക്കുന്ന എല്ലാ കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങളുടെയും ഡയറക്ടറേറ്റ് ഓഫ് ഫിലിം ഫെസ്റ്റിവൽസ്, ഷോർട്സ് ആൻഡ് ഡോക്യുമെന്ററി ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ മുംബൈ, ഗോവ അന്താരാഷ്ട്ര ചലച്ചിത്രമേള തുടർച്ചയായി 5 തവണ, സതീഷ് റോയ് ഫിലിം ആൻഡ് ടെലിവിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് കൽക്കത്ത എന്നീ സ്ഥാപനങ്ങളുടെ അധ്യക്ഷ സ്ഥാനങ്ങളിൽ എന്തെങ്കിലും പരാതിക്കോ പഴിക്കോ വക നൽകാതെ 4 പതിറ്റാണ്ടിലധികം കാലം പ്രശസ്തമായ രീതിയിൽ സർക്കാർ സേവനം നടത്തിയിട്ടുള്ള ആളാണ്. ഇദ്ദേഹത്തോളം ചലച്ചിത്ര സംബന്ധമായ അറിവോ പ്രവർത്തന പരിചയമോ ഉള്ള മറ്റൊരു വ്യക്തി ഇന്ത്യയിലില്ല. ഞാൻ ഈ പറയുന്നതിൽ യാതൊരു അതിശയോക്തിയുമില്ല. അത്തരത്തിലുള്ള ഒരു മലയാളി പ്രൊഫഷണലെയാണ് നമ്മൾ ക്ഷണിച്ചു വരുത്തി അടിസ്ഥാനരഹിതമായ ദുരാരോപണങ്ങളും വൃത്തികെട്ട അധിക്ഷേപങ്ങളും സത്യവിരുദ്ധമായ കുറ്റാരോപണങ്ങളും നടത്തി അപമാനിച്ച് പടികടത്തിവിട്ടത്. ഡിസംബർ 5-നാണ് തങ്ങൾ സമരത്തിൽ ആണെന്ന് വിദ്യാർത്ഥി നേതാക്കൾ പ്രഖ്യാപിക്കുന്നത്. കാരണമായി പറഞ്ഞിരുന്നത് ദളിത് വിരോധവും ജാതി വിവേചനവുമാണ്. തുടക്കം മുതൽ മീഡിയയിൽ പ്രചരിപ്പിച്ചിരുന്ന ഒരു ആരോപണം ഡയറക്ടർ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ദളിത് ശുചീകരണ ജോലിക്കാരെ നിർബന്ധിച്ച് അടിമപ്പണി ചെയ്യിച്ചിരുന്നു എന്നാണ്. എൻ്റെ അന്വേഷണത്തിൽ ഇത് പച്ചക്കള്ളമാണെന്ന് തെളിഞ്ഞിട്ടുണ്ട്. ഈ ജോലിക്കാരിൽ ആരും തന്നെ പട്ടികജാതിയിൽ പെടുന്നവരല്ല. നായരും ക്രിസ്ത്യാനിയും ആശാരിയുമൊക്കെയാണ് അവർ. ഡയറക്ടറുടേത് ഔദ്യോഗിക വസതിയാണ്. നമ്മൾ പലരും വിചാരിച്ചിരിക്കുന്നതും പ്രചരിപ്പിച്ചിരിക്കുന്നതും ഡയറക്ടറുടെ വീട്ടിൽ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ തൊഴിലാളികളെ കൊണ്ടുപോയിട്ട് ജോലി കഴിച്ചു എന്നാണ്. അതാണ് വിശദീകരിക്കുന്നത്. ഡയറക്ടറുടേത് ഔദ്യോഗിക വസതിയാണ്. അദ്ദേഹത്തിന്റെ നിയമന വ്യവസ്ഥ പ്രകാരമുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് ക്യാമ്പസിലെ ഔദ്യോഗിക വസതി ഇനിയും യാഥാർത്ഥ്യമാകാത്തത് കാരണം അദ്ദേഹത്തിന് ചെറിയൊരു വീട് ഒട്ടുമാറിയുള്ള ഒരു റബ്ബർ തോട്ടത്തിൽ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഭാഗമായി തന്നെ സജ്ജീകരിക്കുകയായിരുന്നു. ഇതനുസരിച്ച് ദിനംപ്രതി അവിടെ ചെന്ന് ശുചീകരണം നടത്താനുള്ള ചുമതല സ്വീപ്പർമാരിൽ നിക്ഷിപ്തമാണ്. എന്നാൽ ആ വീടും മുറ്റവും പ്രായേണ ചെറുതായതിനാലും അങ്ങോട്ട് എത്താനുള്ള ദൂരം കണക്കിലെടുത്തും ഡയറക്ടർ തീരുമാനിച്ചത് അത്തരം ശുചീകരണം ആഴ്ചയിൽ ഒരിക്കൽ മാത്രം മതിയെന്നാണ്. അതിനായി ഒരാളെ മാത്രം നിയോഗിച്ചു. വഴിച്ചെലവിന് ശമ്പളത്തിന് പുറമെ അലവൻസ് നൽകി. ആ മുറ്റം ശുചീകരിക്കുവാൻ 1 മണിക്കൂർ തന്നെ അധികമാണ്. കുളിമുറി കഴുകൽ അവരെ കൊണ്ട് ചെയ്യിച്ചിരുന്നില്ല. ഒരു സാധു വീട്ടമ്മ മാത്രമായ ഡയറക്ടറുടെ ഭാര്യ ഒരു ചിത്തരോഗിയാണെന്ന് പോലും തോന്നും
അവരുമായി ബന്ധപ്പെടുത്തി പറയുന്ന വൃത്തികെട്ട ആരോപണങ്ങൾ കേട്ടാൽ ആരോപണം സാമാന്യ ബുദ്ധിക്ക് ചേരാത്തതാണ്. ഒരു ഓഫീസ് ക്ലാർക്ക് ദളിത് വിവേചനം നടക്കുന്നുവെന്ന പരാതിയുമായി പട്ടികജാതി കമ്മീഷനെ സമീപിക്കുകയും വിദ്യാർത്ഥി നേതാക്കളെ സ്വാധീനിച്ച് മാധ്യമങ്ങളിലാകെ വാർത്ത പരത്തുവാൻ വഴിയൊരുക്കുകയും ചെയ്യായിരുന്നു. നല്ല വിൽപ്പനയ്ക്ക് നല്ല സാധ്യതയുള്ള സംഗതിയാണ് ഈ ജാതി. ഇയാൾ തൻ്റെ കൈവശമുള്ള ഫയലുകളെല്ലാം സ്ഥിരമായി പൂഴ്ത്തിവെച്ച് സമയബന്ധിതമായി നടപ്പാക്കേണ്ട പല വിഷയങ്ങളിലും അക്ഷന്തവ്യമായ അനാസ്ഥ കാട്ടി തടസ്സം സൃഷ്ടിക്കുകയായിരുന്നു. SC ST വിദ്യാർത്ഥികളുടെ ഈ ഗ്രാന്റ് ലഭിക്കുന്നതിന് വേണ്ടി തയ്യാറാക്കിയ അപേക്ഷ ഉൾപ്പെടെ ഉള്ള ഫയൽ ഇയാളുടെ കയ്യിൽപ്പെട്ട് നീക്കാതെ ഇട്ടിരുന്നത് ഏതാണ്ട് ഒരു കൊല്ലക്കാലമാണ്. ആ സമയം വിദ്യാർത്ഥികൾ ഗ്രാന്റ് കിട്ടാത്തതിൽ പ്രതിഷേധിച്ച് സമരത്തിലായിരുന്നു. ഇയാൾക്കെതിരെ കാരണം കാണിക്കൽ നോട്ടീസ് നൽകുകയും മേലിൽ നിർദ്ദിഷ്ട ജോലികൾ കാലതാമസം കൂടാതെ ചെയ്യണമെന്ന് ഉപദേശിക്കുകയും ചെയ്തതോടെ ഡിസംബർ 22-ന് തൻ്റെ കാലാവധി, എല്ലാം താൽക്കാലിക ജീവനക്കാരാണ്, കോൺട്രാക്ട് ആണ്, തൻ്റെ താൽക്കാലിക നിയമന കാലാവധി തീർന്നാൽ പുനർനിയമനം നടന്നേക്കില്ലെന്ന ഭയമാവണം ഇയാൾ SC ST കമ്മീഷനെ സമീപിച്ചത്. ഇയാൾ ഡയറക്ടർക്കെതിരെ കുറെ അധികം പരാതികൾ കമ്മീഷൻ അയച്ചിരുന്നു. അവിടെ കമ്മീഷനിൽ ശങ്കർ മോഹൻ ഉൾപ്പെടെയുള്ളവരെ വിളിച്ചിട്ടാണ് വിചാരണ നടത്തിയത്. അപ്പോൾ അവിടെ വെച്ച് ഒരു കാര്യം ശങ്കർ മോഹൻ പറഞ്ഞുള്ള അറിവാണ് എനിക്ക്. കമ്മീഷന് അദ്ദേഹത്തെ ഈ അത്ര സന്തോഷമായിരുന്നില്ല ഇയാളുടെ. കമ്മീഷന്റെ തെളിവെടുപ്പിൽ ചെന്ന് പറഞ്ഞ കാര്യങ്ങൾ മുഴുവൻ കള്ളമാണെന്ന് കമ്മീഷൻ ശരിക്കും ശാസിച്ചു വിട്ടു എന്നാണ് ഞാൻ കേട്ടത്. എന്നാൽ കമ്മീഷന്റെ തെളിവെടുപ്പിന് ശേഷം അയാൾ പറഞ്ഞു നടക്കുന്നത് കമ്മീഷനെ പറ്റിയുള്ള അപവാദങ്ങളാണ്. മറ്റൊന്ന്, ഒരു വിദ്യാർത്ഥി, ഷെഡ്യൂൾ കാസ്റ്റിലുള്ള ഒരു വിദ്യാർത്ഥിക്ക് ഡിപ്ലോമ ഫിലിം ചെയ്യാനുള്ള അവസരം കൊടുത്തില്ല എന്നുള്ളതാണ്. തൻ്റെ അവസാന വർഷ പരീക്ഷയിൽ പങ്കെടുക്കാതെ വാശിയോടെ മാറി നിന്ന് അവസരം നഷ്ടപ്പെടുത്തിയ ഈ വിദ്യാർത്ഥി പരാതി അയച്ചിരുന്നെങ്കിലും കമ്മീഷന് മുമ്പേ ഹാജരാകാൻ ധൈര്യം കാണിച്ചില്ല. തെറ്റുകാരൻ ടാലന്റ് എന്ന വിചാരം അയാൾക്ക് ഉണ്ടായത് കാണണം. ഒരു ദളിത് വിദ്യാർത്ഥിക്ക് പ്രവേശനം കിട്ടാതെ പോയ സംഭവമുണ്ട്. 2014 മുതൽ പ്രവേശന പരീക്ഷകൾ നടത്തുകയും ഫലം പ്രഖ്യാപിക്കുകയും റിസർവേഷൻ മാനദണ്ഡങ്ങൾ പാലിച്ച് പ്രവേശനം ക്രമീകരിക്കുകയും ചെയ്യുന്നത് LBS ആണ്. അതൊരു ഗവൺമെന്റ് സ്ഥാപനമാണ്. 2022 ബാച്ചിന്റെ പരീക്ഷാഫലം സംബന്ധിച്ച് സർക്കാർ സ്ഥാപനമായ ഇവർ ഒരു കത്തിടപാട് നടത്തുന്നത് പ്രവേശനം കഴിഞ്ഞ് 4 മാസത്തിന് ശേഷമാണ്. ഈ നോട്ടക്കുറവ് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഭാരവാഹികളുടെ മേൽ കെട്ടിവെച്ചാണ് സമരക്കാർ പ്രചാരണം നടത്തിയതും മാധ്യമങ്ങൾ അവശ്യം അതിശയോക്തികളോടെ അർമാദിച്ചതും. സമരത്തിന് 2 ആഴ്ച മുമ്പ് സ്റ്റുഡൻസ് യൂണിയൻ ഭാരവാഹികളുമായി ദീർഘനേരം ഞാനും ഡയറക്ടറും ഡീനും ചേർന്ന് അവരുന്നയിച്ച ഓരോ വിഷയത്തെ പറ്റിയും സമാധാനമായ ഒരു അന്തരീക്ഷത്തിൽ ഉള്ളു തുറന്ന് സംസാരിച്ചതാണ്. സംഭാഷണത്തിൽ തെറ്റിദ്ധാരണകൾ പലതിനും മറുപടിയായെന്നും ഭാവിയിലും ഇങ്ങനെ തുടരണമെന്നും ഇരു കൂട്ടരും സമ്മതിച്ചു. സന്തോഷപൂർവ്വമാണ് ഞാൻ തിരുവനന്തപുരത്തേക്ക് മടങ്ങിയത്. എന്നാൽ ഡിസംബർ 5-ന് യാതൊരു മുന്നറിയിപ്പുമില്ലാതെ സമരം ആരംഭിക്കുകയായിരുന്നു. തികഞ്ഞ അവിശ്വാസത്തോടെയാണ് സമരം സംബന്ധിച്ചുള്ള ഇമെയിൽ ഞാൻ വായിക്കുന്നത്. തങ്ങൾ സമരത്തിലാണെന്ന് പ്രഖ്യാപിച്ച വിദ്യാർത്ഥികൾ ഗേറ്റ് ഉള്ളിൽ നിന്ന് അടച്ചു പൂട്ടിയിരുന്നതിനാൽ ഉദ്യോഗസ്ഥർക്ക് ഉള്ളിലേക്ക് പ്രവേശനം സാധിക്കാതെയായി. തിരുവനന്തപുരത്ത് IFFK കാണുവാൻ പാകത്തിന് വിദ്യാർത്ഥികൾക്കായി ഇതിനകം ഹോട്ടൽ മുറികൾ ബുക്ക് ചെയ്തിരുന്നു. സമരത്തിലായിരുന്ന വിദ്യാർത്ഥികൾ സിനിമ കാണാൻ പോവുകയില്ലെന്ന ധാരണയിൽ മുറികളുടെ ബുക്കിംഗ് റദ്ദാക്കി അനാവശ്യ ചെലവ് ഒഴിവാക്കിയെന്ന വലിയ തെറ്റാണ് ഡയറക്ടർ തുടർന്ന് ചെയ്തത്. എന്നാൽ സമര നേതാക്കൾ രഹസ്യമായി തിരുവനന്തപുരത്തേക്ക് തിരിച്ചത് ആരെയും അറിയിക്കാതെയാണ്. എന്നിട്ട് ഫിലിം ഫെസ്റ്റിവൽ തുടങ്ങുന്നതിന്റെ തലേന്ന് സന്ധ്യയോടെ അച്ചടി ഇലക്ട്രോണിക് മാധ്യമങ്ങളെല്ലാം ക്ഷണിച്ചു വരുത്തി ഒരു ധർണ ഏർപ്പാടാക്കി. പഠന ഭാഗമായി സിനിമ കാണാൻ വന്ന തങ്ങൾക്ക് താമസം ഏർപ്പെടുത്തിയിരുന്ന ഹോട്ടൽ ബുക്കിംഗ് മനഃപൂർവ്വമായി റദ്ദാക്കി പെൺകുട്ടികൾ അടക്കമുള്ള തങ്ങളെ വഴിയാധാരമാക്കി എന്നൊക്കെയായിരുന്നു മുദ്രാവാക്യങ്ങളും പ്ലക്കാർഡുകളും. അതോടെ സോഷ്യൽ മീഡിയകളെല്ലാം ഉഷാറായി. ഒരാഴ്ചക്കാലം ഫെസ്റ്റിവലിന്റെ തോളിലേറി ഇനി നടത്താൻ വിദ്രോഹ പരിപാടികൾ ബാക്കിയില്ല.
KR നാരായണൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ആത്മാർത്ഥ സേവനം നടത്തിയിരുന്ന ചുരുക്കം ചിലരെ കെട്ടുകെട്ടിക്കണം എന്ന പ്രഖ്യാപിത ലക്ഷ്യത്തോടെയാണ് സമരം ആരംഭിച്ചത്. സമര നേതാക്കൾ ഈ പുതുതായിട്ട് ഒരു മാസം മുമ്പ് മാത്രം വന്ന് ചേർന്ന് അവിടെ ഒരു മാസം കഷ്ടിച്ച് പഠനത്തിൽ ഏർപ്പെട്ടിരുന്ന പുതിയ വർഷത്തിലെ വിദ്യാർത്ഥികൾ, അവരെ പഠിക്കാൻ തുടങ്ങിയിട്ടില്ല, അവിടെ എത്തിയേ ഉള്ളൂ. അവരെ പ്രേരിപ്പിച്ച് വിശ്വസിപ്പിച്ചിരുന്നത് 5 ദിവസത്തെ സമരം കൊണ്ട് നമുക്ക് ശങ്കർ മോഹനെ പുറത്താക്കാം എന്നായിരുന്നു. അങ്ങനെ ആരംഭിച്ചത്. ആരംഭശേഷമാണ് സമര കാരണങ്ങളെപ്പറ്റി നേതാക്കൾ ആലോചിച്ചു തുടങ്ങിയതെന്ന് തോന്നുന്നു. എന്തായാലും അവർ തിരുവനന്തപുരത്ത് രഹസ്യയാത്ര നടത്തിയത് സിനിമ കാണാനല്ല, മറിച്ച് സമരതന്ത്രങ്ങൾ ആസൂത്രണം ചെയ്ത് ആരോപണങ്ങൾ ഫലവത്തായി മാധ്യമങ്ങളിൽ പടർത്തിവിടുന്നതിന് വേണ്ടിയാണ്. കള്ളങ്ങളെ പ്രസവിക്കുന്നു എന്ന മാർത്തവാക്യം സാർത്ഥകമാക്കിക്കൊണ്ടായിരുന്നു പിന്നെയുള്ള പ്രവർത്തനങ്ങൾ. കണ്ടതും കേട്ടതും ഒക്കെ നേരായിരിക്കുമെന്ന് ജനസാമാന്യവും കരുതി. ആരൊക്കെയാണ് ഈ സമരാഘോഷങ്ങളുടെ പിന്നിൽ പ്രവർത്തിച്ചതെന്ന് അന്വേഷിക്കുന്നത് നന്നായിരിക്കും. ഗേറ്റ് കാവൽക്കാരനായിരുന്ന വിദ്വാന് ഇയാൾ സ്ഥലത്തെ പ്രധാന റൌഡിയും പോലീസ് കേസുകളിലെ പ്രതിയും ധനികനുമാണ്. നല്ലൊരു പങ്ക് സമരാസൂത്രണത്തിലുണ്ട്. മിലിറ്ററി കോട്ടയിൽ കിട്ടുന്ന മദ്യം ക്യാമ്പസിൽ എത്തിച്ച് കച്ചവടം ചെയ്തിരുന്ന അയാൾക്ക് കാവൽ ജോലിയിൽ നിന്നുള്ള മാറ്റത്തോടെ ഉണ്ടായ സാമ്പത്തിക നഷ്ടം ചില്ലറയല്ല. അയാൾ ശത്രു സംഹാരാർത്ഥം നടത്തിയ ഒരു പൊടിക്കൈയാണ് ശുചീകരണ ജോലിക്കാരെ കൊണ്ട് കള്ളങ്ങൾ പറയിച്ച് വീഡിയോ റെക്കോർഡ് ചെയ്യിക്കുകയും അയാളുടെ വീട്ടിൽ തന്നെ വെച്ചിട്ടാണ് റെക്കോർഡ് ചെയ്തിരിക്കുന്നത്. തുടർന്ന് അത് വ്യാപകമായി പ്രചരിപ്പിക്കുകയും ചെയ്തത്. വർഷങ്ങളായി PRO തസ്തികയിൽ ഒരു ജോലിയും ചെയ്യാതെ ഉയർന്ന ശമ്പളം പറ്റുന്ന ഒരു ഉദ്യോഗസ്ഥനുണ്ട് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ. എന്തെങ്കിലും ചുമതലകൾ ഏൽപ്പിച്ചാൽ അയാൾ ഉടൻ ദീർഘാവധി എടുത്ത് കടന്നുകളയും. ഈ തസ്തിക തികച്ചും അനാവശ്യമാണെന്ന് അധികൃതരെ ഞങ്ങൾ അറിയിച്ചിട്ടുള്ളതാണ്. എന്ന് മാത്രമല്ല, അയാൾ ചെയ്യുന്ന PR ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഇപ്പോൾ നടന്ന സമരത്തിന്റെ അണിയറയിലിരുന്ന് വീഡിയോകൾ തയ്യാറാക്കി വ്യാപകമായി യഥാസ്ഥാനങ്ങളിൽ എത്തിച്ചു കൊടുക്കുകയായിരുന്നു. ഓഫീസ് സമയം പാലിക്കാത്ത ഇയാൾക്ക് ഔദ്യോഗിക ജോലികളോട് വൈമുഖ്യമാണ്. പകരം ഊമക്കത്തുകളും അയൽക്കാരുടെ പേരിൽ അയക്കുന്ന RTI പെറ്റീഷനുകളും അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന സമർത്ഥനായ സൂത്രധാരനാണ് വിദ്വാൻ. PRO, അധ്യാപകരിൽ 2 പേർ, ഒരു ഡെമോൺസ്ട്രേറ്റർ, ഒരു ക്ലാർക്ക്, ഒരു സ്റ്റോർ കീപ്പർ, ഇവരാണ് സമരത്തിന്റെ അണിയറയിൽ ഒളിപ്രവർത്തനം നടത്തിയ മറ്റു പ്രമുഖർ. 3 മാസം മുമ്പ് ഇന്റർവ്യൂ നടത്തി ഏതാനും അധ്യാപകരെ തെരഞ്ഞെടുത്ത അവസരത്തിൽ ഞാൻ ഉൾപ്പെടെയുള്ള ബോർഡ് അംഗങ്ങൾ അപേക്ഷകരുടെ യോഗ്യതയും പരിചയവും സമീപനവുമെല്ലാം പരിഗണിച്ച് സ്ഥാപനത്തിന് ഉപയോഗപ്പെടുന്നവരെ മാത്രമാണ് തെരഞ്ഞെടുത്തത്. പലതരം സ്വാധീന ശക്തികളുടെ ശുപാർശകൾ ഒന്നുപോലും പരിഗണിക്കപ്പെട്ടില്ല. ഇത്തരത്തിൽ പരിത്യക്തരായവരെല്ലാം ശങ്കർ മോഹനും എനിക്കും എതിരായി മാറിയെന്ന് ഏവർക്കും അറിയാവുന്ന സത്യമാണ്. ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് നിയമിച്ച ഉദ്യോഗസ്ഥരടങ്ങിയ അന്വേഷണ കമ്മിറ്റി അന്വേഷണം നടത്തി മന്ത്രിക്ക് റിപ്പോർട്ട് സമർപ്പിച്ചതായി പറയപ്പെടുന്നു. എന്നാൽ ഈ കേസിൽ പ്രതിഭാഗം തെറ്റിയിട്ടുള്ള ശങ്കർ മോഹനെയോ എന്നെ തന്നെയോ അവരുടെ അന്വേഷണത്തിൽ ഉൾപ്പെടുത്തിയിരുന്നില്ല. ആരോടാണ് അവർ അന്വേഷണം നടത്തിയതെന്നത് ഒരു ചോദ്യമായി ശേഷിക്കുന്നു. ഞാൻ കൂടി താല്പര്യപ്പെട്ടിട്ടാണ് ഒരു ഉന്നതതല അന്വേഷണ കമ്മീഷനെ ബഹുമുഖ്യമന്ത്രി നിയമിച്ചത്. അവരും കാര്യമായ അന്വേഷണമൊന്നും നടത്താതെ സോഷ്യൽ മീഡിയയിൽ ചൂടുള്ള വാർത്തകളായി വിളമ്പിയ കള്ളങ്ങളാണ് അന്വേഷണ വകയിൽ പഠിച്ചതെന്ന് തോന്നുന്നു. കമ്മീഷന്റേതായി ചോർത്തിവിട്ട വാർത്തകളിൽ നിറഞ്ഞു കാണുന്നത് ഉത്തരവാദരഹിതമായ പല പ്രസ്താവനകളുമാണ്. ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പ്രവർത്തനം മേൽത്തരമാക്കാൻ കമ്മീഷൻ ചില ശുപാർശകൾ ചെയ്തിട്ടുള്ളതായും ചില പത്രവാർത്തകളിലുണ്ട്. അവർക്കിതിനുള്ള അറിവോ പരിചയമോ ഇല്ലാതിരിക്കെ എന്തിനാണ് ഇങ്ങനെ അതിമിടുക്ക് കാണിക്കുന്നതെന്ന് അതിശയിച്ചു പോവുകയാണ്. യഥാർത്ഥ കാരണങ്ങളെപ്പറ്റി പഠിച്ചിട്ട് മാത്രം എഴുതേണ്ട ഒരു റിപ്പോർട്ട് പൊതുധാരണയ്ക്കെതിരായാൽ തങ്ങൾക്ക് വിമർശനം നേരിടേണ്ടി വരുമെന്ന ആശങ്കയിൽ അലസമായി എഴുതിവിട്ട മിടുക്കരാവുകയാണ് കമ്മീഷൻ ചെയ്തതെന്ന് തോന്നലാണ് പത്ര റിപ്പോർട്ടുകൾ എനിക്ക് വായിച്ചപ്പോൾ ഉണ്ടായത്. ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഭാവിയെ എത്രമാത്രം പ്രതിലോമപരമായി അത് ബാധിക്കുമെന്ന് അവർ ഒട്ടുമേ ആലോചിച്ച മട്ടില്ല. ഡയറക്ടറുടെ രാജിയോടെ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ പ്രശ്നങ്ങൾക്ക് തിരശീല വീണുവെന്ന് കരുതുന്നത് തെറ്റാണ്. അദ്ദേഹത്തിന്റെ രാജി പ്രശ്നങ്ങൾ കുറച്ചുകൂടി തീവ്രമാക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. യോഗ്യരും അനുഭവസമ്പന്നരുമായ 8 പേരാണ് അധ്യാപനത്തിൽ നിന്ന്, പ്രൊഫസർമാർ ഉൾപ്പെടെ അധ്യാപനത്തിൽ നിന്ന് നടത്തിപ്പ് വിഭാഗത്തിൽ നിന്നും രാജിവെച്ചിരിക്കുന്നത്. അക്കാദമിക് കൗൺസിലിന്റെ ചെയർമാൻ സ്ഥാനത്ത് ഉള്ള പ്രശസ്ത സംവിധായകൻ ശ്രീ ഗിരീഷ് കാസറവള്ളി രാജിവെച്ചിരിക്കുകയാണ്. കൂടുതൽ പേർ വിട്ടുപോകുമെന്നും അറിയുന്നു.
സത്യസന്ധരും ഉന്നത ശ്രേണിയിൽ പെടുന്നവരുമായ ഒരു പോലീസ് സംഘത്തെ കൊണ്ട് അന്വേഷണം നടത്തിയാൽ മാത്രമേ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നടന്ന സാമാന്യ ബുദ്ധിക്കോ നീതിക്കോ തിരക്കാത്ത സമരമുറകളുടെ ഉറവിടവും പിന്തുണയും പുറത്തു വരും. അല്ലാതെ നടത്തുന്ന അന്വേഷണങ്ങൾ വിഫലവും വിപരീത ഫലങ്ങൾ ഉളവാക്കുന്നതുമാവും. അതാണ് ഇതിനകം നടന്നിരിക്കുന്നത്. കുറ്റവാളികളെ തിരിച്ചറിയാതെ നേരും നെറിയുമായി പ്രവർത്തിച്ചവരെ തേജോവധം ചെയ്യാനും സമൂഹ മധ്യത്തിൽ അവഹേളിക്കുവാനുമാണ് അന്വേഷണ നാടകങ്ങളിലൂടെ ഒരുപെട്ടത്. തിരുത്താനാവാത്ത വലിയൊരു ദുരന്തമാണ് ഇതിൻ്റെ എല്ലാം ഫലമായി വരുത്തി വച്ചിരിക്കുന്നത്. കുറ്റവാളികൾ ഗേറ്റ് കീപ്പറായാലും ശുചീകരണ ജോലിക്കാരായാലും അധ്യാപകരായാലും അനധ്യാപകരോ വിദ്യാർത്ഥികൾ തന്നെയോ ആയാലും അവരെ കണ്ടെത്തി തക്ക ശിക്ഷ നൽകേണ്ടത് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ തുടർന്നുള്ള നടത്തിപ്പിന് അത്യന്താപേക്ഷിതമാണ്. രാജ് അദ്ദേഹം ഞാൻ പറഞ്ഞതെല്ലാം വളരെ ശ്രദ്ധയോടുകൂടി കേട്ടിട്ട് അങ്ങനെ നിർബന്ധിക്കുകയാണോ എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞത് എനിക്ക് നിർബന്ധമാണ്. അങ്ങ് ഈ മുഖ്യമന്ത്രി എന്നുള്ള നിലയിൽ മാത്രമല്ല, ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഗവർണിംഗ് കൗൺസിലിന്റെ പ്രസിഡന്റാണ് അദ്ദേഹം. ആ നിലയിലും അദ്ദേഹത്തിന്റെ അനുവാദം എനിക്ക് വേണമായിരുന്നു ഈ രാജി കൊടുക്കാൻ വേണ്ടി. അദ്ദേഹം അതിന് എതിരൊന്നും പറഞ്ഞില്ല. ഞാൻ പറഞ്ഞത് അദ്ദേഹം ശ്രദ്ധയോടുകൂടി കേട്ടു. അദ്ദേഹം കാര്യങ്ങൾ പെട്ടെന്ന് മനസ്സിലാക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് വല്ലാതെ വിശദീകരണങ്ങളൊന്നും കൊടുക്കേണ്ടി വന്നില്ല. ഈ അദ്ദേഹത്തിന് കൊടുത്ത രാജികത്തിന്റെ ഒരു ഭാഗമാണ് ഞാൻ ഇവിടെ വായിച്ചത്. അതിന്റെ ഒരു സംക്ഷിപ്ത രൂപമാണ് വായിച്ചത്. ഉണ്ട്, നിർബന്ധമായിട്ടും. അതിനപ്പം മറുപടി ഒന്നും പറഞ്ഞില്ല. അതെ 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 3 വർഷം തികയും. അതെ അതെ. അതിന് അദ്ദേഹം അങ്ങനെ ആവശ്യപ്പെടാനുള്ള അവസരം കൊടുത്തില്ല. കാരണം ഞാൻ അദ്ദേഹത്തിനോട് വളരെ വിശദീകരിച്ച് സംസാരിച്ചു. ഇതിന്റെ കാരണങ്ങളെപ്പറ്റി വിശദീകരിച്ച് സംസാരിച്ചു എന്ന് മാത്രമല്ല, ഞാൻ പ്രത്യേകം പറഞ്ഞൊരു കാര്യമുണ്ട്. ആ സ്ഥാപനം ബിൽഡ് ചെയ്ത് വലുതാക്കാനുള്ള ഒരു ശ്രമത്തിൽ അതിന്റെ ഭാഗമാക്കാൻ എനിക്കൊരു വലിയ ആഗ്രഹമായിരുന്നു. എനിക്ക് അതിനുള്ള ആവേശം ഉണ്ടായിരുന്നു. എന്നെപ്പോലെ എൻ്റെ കൂടെ നിന്ന് പ്രവർത്തിച്ച, ഒരുപക്ഷെ എന്നേക്കാൾ കൂടുതൽ പ്രവർത്തിച്ച ആളാണ് ശങ്കർമോഹൻ. അങ്ങനെ ഒരാൾ അവിടെ നിന്ന് വിട്ടുപോകുന്നു. അവിടുത്തെ പ്രധാനപ്പെട്ട പ്രൊഫസർസ് എല്ലാം ശങ്കർമോഹൻ്റെ എന്ന ഒരാളിനെ അവിടെ നിന്ന്, അതും അത്രയും യോഗ്യനായിട്ടുള്ള ഒരാളിനെ പുറത്തുവിടുന്നതിലുള്ള പ്രതിഷേധം കൊണ്ട് മാത്രം അവരെല്ലാം രാജിവെച്ചൊഴിയുന്നു. ഈ അവസ്ഥയിൽ എന്നോട് അദ്ദേഹം തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞു, ഈ നാശത്തിലേക്ക് പോകുന്ന ഒരു സ്ഥാപനത്തിന്റെ ചെയർമാനായിട്ട് എനിക്ക് താല്പര്യമില്ല. ഇത് ഏതെങ്കിലും ആളുകൾക്ക് പ്രതീക്ഷകൾ പോയി. അത് ഏറ്റവും കഷ്ടപ്പെട്ട ഭാഗം, എൻ്റെയും ശങ്കരമോഹൻ്റെയൊക്കെ പേര് വെച്ചിട്ടാണ് കഴിഞ്ഞ തവണ ഞങ്ങൾ പ്രവേശനത്തിലുള്ള അപേക്ഷകൾ ക്ഷണിച്ചത്, അങ്ങനെയുള്ള പരസ്യം കൊടുത്തത്. അത് കണ്ടിട്ട് പ്രതീക്ഷകളോടുകൂടി വന്ന കുട്ടികളുണ്ട് പുതിയ ബാച്ചിൽ, നല്ല മിടുക്കരായിട്ടുള്ള കുട്ടികൾ. അവരുടെ നല്ല സെലക്ഷനായിരുന്നു. അവരുടെ ഭാവി എന്താകുന്നുള്ളത് പിന്നെ എനിക്ക് വളരെ സങ്കടമുണ്ട്. അവരെയൊക്കെയാണ് ഒരു തടങ്കൽ പാളയത്തിൽ പെട്ടതുപോലെ ഇവിടെ കൊണ്ടുനടന്ന് അവരെ ഇങ്ങനെ ഒരു ഹോസ്റ്റലിൽ, നമുക്കറിയാമല്ലോ ഇത് ടൗണിൻ്റെ അടുത്തുള്ള സ്ഥലമൊന്നുമല്ല, ഒരു റബ്ബർ തോട്ടത്തിൻ്റെ ഉള്ളിലാണ്. അവിടെ ഹോസ്റ്റലിൽ കഴിയുന്നവരെല്ലാം ഒരു യൂണിറ്റ് നിൽക്കുകയുള്ളൂ. ഒരാൾ മാറി നിൽക്കാൻ പറ്റുകയില്ല, വേറൊരു അഭിപ്രായം പറഞ്ഞ് മാറി നിൽക്കാൻ പറ്റുകയില്ല. അപ്പോൾ അതിൻ്റെ ലീഡർഷിപ്പ് എടുക്കുന്നവർ പറയുന്നതാവും ഒരു തടങ്കൽ പാളയത്തിൽ പെട്ടതുപോലെയാണ് മറ്റു കുട്ടികൾ. അതൊരു വളരെ ഭീകരമായ അവസ്ഥയാണ്. ശങ്കർമോഹന്റെ മാത്രമല്ല, ശങ്കർമോഹനെ സംസാരിക്കാൻ സമ്മതിച്ചു പോലുമില്ല. ശങ്കർമോഹൻ മൊഴിയെടുക്കാൻ വിളിച്ചിട്ട് അദ്ദേഹം സംസാരിച്ചു തുടങ്ങുമ്പോൾ എനിക്ക് കേൾക്കണ്ട എന്ന് പറയാം, പിന്നെയും പറയുമ്പോൾ പിന്നെ കേൾക്കണ്ട, ഇത് കേൾക്കണ്ടെന്ന് പറയാം. അങ്ങനെ നിരന്തരമായിട്ട് പലതവണയായപ്പോൾ ശങ്കർമോഹൻ പറഞ്ഞു എനിക്ക് ഇനി പറയാനൊന്നുമില്ലെന്ന് പറഞ്ഞു. അതാണ് ഇതിന് സഹകരിച്ചില്ല എന്ന് പറഞ്ഞ് പത്രത്തിൽ വന്ന വാർത്ത. അതാണ് ശങ്കർമോഹൻ എങ്ങനെയാണ് സഹകരിക്കുന്നത്? IAS ഇല്ലെന്നേ ഉള്ളൂ ശങ്കർമോഹൻ. ശങ്കർമോഹൻ ഈ രാജ്യത്തെ ഏറ്റവും വലിയ പൊസിഷനിൽ ഇരുന്ന ഒരാളാണ്. ഈ സിനിമയെ സംബന്ധിച്ചിടത്തോളം ശങ്കർമോഹന്റെ തുല്യരല്ല ഇവരാരും. അപ്പൊ അങ്ങനെ അധിക്ഷേപിച്ചത് ശരിയായില്ല. ആ ആ ആ ആ ആ
ആ, ഏത് സ്ത്രീകളാണ് അവിടെ പറയുന്ന സ്ത്രീകളല്ലേ? അവരെ വനിതാ ജീവനക്കാരെന്ന് പറയുന്നത് പിന്നെ ശുചീകരണ തൊഴിലാളികളാണോ പറയുന്നത്? അവർ കൃത്യമായിട്ട് അവരെ കൊണ്ടുപോയിട്ട് ക്ലാസ് എടുത്ത് പഠിപ്പിച്ചിട്ട് പറയിപ്പിക്കുന്നതാണ്. അവരുടെ പേരിൽ ഇങ്ങനെ പറയുന്നതിൽ അർത്ഥമൊന്നുമില്ല. കാരണം ഇതിനകത്ത് ഒരു വീഡിയോ ഞാൻ കാണാനിടയായി. അതിലെ ഒരു സ്ത്രീ പറയുന്നുണ്ട്, അടൂർ ബാലകൃഷ്ണൻ സാർ പറഞ്ഞുകൊണ്ടാണ് ഞാൻ അവിടെ പോയതെന്ന്. ഞാൻ ഈ സ്ത്രീകളെ കണ്ടിട്ടേ ഇല്ല. ഞാൻ അവിടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോകുന്നത് പിന്നെ അവിടുത്തെ തൂപ്പുകാരെ പരിചയപ്പെടാൻ വേണ്ടിയല്ലല്ലോ. ഞാൻ ഇവരെ ആരെയും കണ്ടിട്ട് പോലുമില്ല. അപ്പൊ അത് പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് പച്ചക്കള്ളമാണെന്ന്. ഞാൻ പിന്നീട് ശരിക്കും പറയാം ശങ്കരമോഹന്റെ ഭാര്യയോട് നേരിട്ട് പോയി സംസാരിക്കുന്നത്. പിന്നെ നമ്മൾ ഈ നാട് മുഴുവനും ഒരു പിന്നെ എന്താ പറയുന്നത്, മറുപടി പറയാൻ ഒക്കാത്ത ഒരു വീട്ടമ്മയെ പൂർണ്ണമായിട്ട് ആക്ഷേപിച്ച് ഈ സമൂഹ മധ്യത്തിൽ എത്രമാത്രം ചീത്തയായിട്ടാണ് ചിത്രീകരിച്ചത്. നമുക്ക് അതിനുള്ള അവകാശം എന്താണ്? ആ, ഞാൻ ഈ പറഞ്ഞിട്ടുണ്ടല്ലോ, ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഇതിനകത്ത് പേര് പറഞ്ഞിട്ടില്ലേ ഉള്ളൂ. അവർ ഇന്നാരൊക്കെ അത് പറഞ്ഞിട്ടുണ്ട്. അവർക്ക് ക്ലാസ് എടുത്തിട്ടാണ് പഠിപ്പിച്ചിരിക്കുന്നത്. അവരെ അഭിനയത്തിന് ക്ലാസ് എടുത്തിട്ടാണ്. ഈ അന്വേഷണ കമ്മിറ്റി ചെല്ലുമ്പോൾ ഞാൻ കേട്ടതാണ്, എനിക്ക് നേരിട്ട് കണ്ടതല്ല. അന്വേഷണ കമ്മിറ്റിയുടെ മുമ്പിൽ അവർ പൊട്ടിക്കരിയായിരുന്നു ഈ സ്ത്രീകൾ. ഞങ്ങൾക്ക് സഹിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞിട്ട്. അതായത് ഒരു മണിക്കൂർ ശങ്കരമോഹൻ പ്രൈവറ്റ് വീട് പോയി വേലയിച്ചെന്ന് അവർ ധരിച്ചിരിക്കുന്നത്. അങ്ങനെ അവരെ പറഞ്ഞ് മനസ്സിലാക്കിയിരിക്കുന്നത്. ഒരു മണിക്കൂർ ആണ് ഒരു ദിവസം, അതും ആഴ്ചയിൽ ഒരു ദിവസം. ഞങ്ങൾക്ക് സഹിക്കാൻ പറ്റില്ല, ഞങ്ങൾ അടിമവേലയോട്. ഞങ്ങൾക്ക് എന്തും അടിമവേലയാണ്. അങ്ങനെയാണെങ്കിൽ തൂപ്പ് ജോലി അടിമവേലയാണെങ്കിൽ പിന്നെ അവരാ ജോലി ചെയ്യരുത്. അല്ല, തെറ്റല്ലേ പറയുന്നത്? ശങ്കരമോഹൻ നിർമ്മിക്കുന്ന ആവശ്യമില്ല, അവരുടെ ചുമതലയാണ്. ഞാനിവിടെ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ചെയർമാൻ സ്ഥാനത്ത് നിന്ന് വിഖ്യാത സംവിധായകൻ അടൂർ ഗോപാലകൃഷ്ണൻ രാജിവെച്ചു എന്നുള്ള വാർത്ത അദ്ദേഹം വാർത്താ സമ്മേളനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആടിനെ പട്ടിയാക്കി, പട്ടിയെ പേപ്പട്ടിയാക്കി തല്ലിക്കൊന്നു എന്നാണ് അദ്ദേഹം ശങ്കർ മോഹനെ പുറത്താക്കിയതുമായി ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ ശങ്കർ മോഹൻ രാജിവെച്ചതുമായി ബന്ധപ്പെട്ട് ഈ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഡയറക്ടർ സ്ഥാനത്ത് നിന്ന് ശങ്കർ മോഹൻ രാജിവെച്ചതുമായി ബന്ധപ്പെട്ട് അടൂർ ഗോപാലകൃഷ്ണൻ വിശദമായി തന്നെ സംസാരിച്ചു. ഇതുമായി ബന്ധപ്പെട്ട് ജാതീയ അധിക്ഷേപം നടന്നു എന്നൊക്കെയുള്ള ആക്ഷേപങ്ങളെ മുഴുവൻ അദ്ദേഹം അക്കമിട്ട് നിരാകരിക്കുന്നു. മുഖ്യമന്ത്രിയുമായി ദീർഘനേരം ചർച്ച നടത്തിയ ശേഷമാണ് ഈ രാജി നൽകിയത്, അല്ലെങ്കിൽ രാജി നൽകിയ ശേഷം മുഖ്യമന്ത്രി വീണ്ടും തുടരണമെന്ന് പറഞ്ഞപ്പോൾ വിശദമായി തന്നെ കാര്യങ്ങൾ പറഞ്ഞു. ഒരു പോലീസ് അന്വേഷണമാണ് അടൂർ ഗോപാലകൃഷ്ണൻ ഇപ്പോൾ നടക്കുന്ന സമരത്തെക്കുറിച്ച് ആവശ്യപ്പെടുന്നത് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. അതായത് ഈ സമരത്തിന് പിന്നിൽ വലിയ ഗൂഢാലോചനയുണ്ട്. ആത്മാർത്ഥമായി ജോലി ചെയ്ത ശങ്കർ മോഹനെയും അടൂർ ഗോപാലകൃഷ്ണൻ അടക്കമുള്ള ചിലരെയും പുറത്താക്കാൻ വേണ്ടി ബോധപൂർവം ഒരു വിഭാഗം ശ്രമിച്ചു. അതിൽ തന്നെ ഒരു സെക്യൂരിറ്റിയുടെ കാര്യം അദ്ദേഹം എടുത്തു പറയുന്നുണ്ട്. താൽക്കാലിക ജീവനക്കാരനായ സെക്യൂരിറ്റി, അവിടെ മുൻ മിലിറ്ററിക്കാരനായ അദ്ദേഹം മദ്യക്കച്ചവടം വരെ നടത്തിയിരുന്നു. അതുപോലെ ഒരു ദളിത് വിഭാഗത്തിൽപ്പെട്ട ഒരു ജീവനക്കാരൻ, അദ്ദേഹം കൃത്യമായി അതിൻ്റെ ജോലികളൊന്നും ചെയ്തിരുന്നില്ല. ഒരു വർഷത്തിലധികമൊക്കെയായി ചില പേപ്പറുകൾ പൂഴ്ത്തിവെച്ചു. ഇതൊക്കെ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പ്രവർത്തനത്തെ സാരമായി ബാധിച്ചു. ഇവരൊക്കെ ചേർന്നാണ്, അതുപോലെ ഒരു PRO ഉണ്ട് ഈ സ്ഥാപനത്തിൻ്റെ PRO, ഇവരൊക്കെ ഈ ആത്മാർത്ഥമായി ജോലി ചെയ്ത KR നാരായണനെയും ശങ്കർ മോഹനെയും പുറത്താക്കാൻ വേണ്ടി ബോധപൂർവം ഉണ്ടാക്കിയതാണ് ഈ സമരം എന്ന് പറയുന്നു. അതായത് വ്യക്തമായ തിരക്കഥയുടെ അടിസ്ഥാനത്തിലാണ് KR നാരായണൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിലിം ആൻഡ് ടെലിവിഷൻ ആ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ സമരം ആസൂത്രണം ചെയ്തത് എന്നും ഈ സമരത്തിന് പിന്നിൽ വ്യക്തമായ താല്പര്യങ്ങളുണ്ട് എന്നും അടൂർ ഗോപാലകൃഷ്ണൻ പറയുന്നു. ഒരു പരിധിവരെ അദ്ദേഹം ചില സമയങ്ങളിൽ വികാരാധീനനാകുന്നുമുണ്ട്. ശങ്കർ മോഹൻ്റെ ഭാര്യയെക്കുറിച്ച് പുറത്തു വന്ന ആരോപണങ്ങൾ, സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ച ആരോപണങ്ങളൊക്കെ എത്രമാത്രം അസംബന്ധമാണ് എന്നും അതിന് നമുക്ക് എന്ത് അവകാശമെന്നും അദ്ദേഹം ചോദിക്കുന്നു. അതെ, കള്ളത്തെ പ്രസവിക്കും എന്ന് അടൂർ ഗോപാലകൃഷ്ണൻ പറയുന്നു. ആടിനെ പട്ടിയാക്കുന്നു, പട്ടിയെ പേപ്പട്ടിയാക്കുന്നു, തല്ലിക്കൊല്ലുന്നു, അതാണ് സംഭവിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആത്മാർത്ഥമായി ജോലി ചെയ്യുന്ന ആളുകൾ അവിടെ നിന്ന് പടിയിറങ്ങുന്നു. മോഹഭംഗമുണ്ടായവരാണ്, ഈ സ്ഥാപനത്തിൽ ജോലി ലഭിക്കാതെ പോയവരാണ്, ശുപാർശ കത്തുകളുമായി വന്ന് ജോലി ലഭിക്കാതെ പോയവരാണ്. അങ്ങനെയുള്ള കുറേ പേരാണ് ഈ സമരത്തിൻ്റെ അണിയറയിൽ ഈ സമരത്തിന് ഊർജം നൽകുന്നത്. വിദ്യാർത്ഥികളുമായി സംസാരിച്ചിരുന്നുവെന്നും ഈ സമരത്തിലേക്ക് പോകാത്ത തരത്തിൽ അവരുമായി സംസാരിച്ച് കാര്യങ്ങൾക്ക് വ്യക്തത ഉണ്ടാക്കി തിരുവനന്തപുരത്തേക്ക് പോയി. പക്ഷെ പെട്ടെന്ന് ആരുടെയൊക്കെയോ ഇടപെടലിൻ്റെ ഭാഗമായി ഡിസംബർ 5-ന് സമരം പ്രഖ്യാപിക്കപ്പെടുകയായിരുന്നുവെന്നും അടൂർ ഗോപാലകൃഷ്ണൻ പറയുന്നു. വൃത്തികെട്ട അധിക്ഷേപങ്ങൾ നടത്തി അപമാനിച്ച്
പടിയിറക്കി വിടുകയായിരുന്നു ശങ്കർ മോഹനെ. അത് പൊറുക്കാനാകുന്ന കാര്യമല്ലെന്ന് ആവർത്തിച്ച് ഈ വാർത്താ സമ്മേളനത്തിൽ പല തവണ അടൂർ ഗോപാലകൃഷ്ണൻ പറയുന്നുണ്ടായിരുന്നു. ഏതായാലും KR നാരായണൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിലിം ആൻഡ് ടെലിവിഷനിലെ സമരങ്ങളുടെ പശ്ചാത്തലത്തിൽ ഇപ്പോൾ ഡയറക്ടർ ശങ്കർ മോഹൻ്റെ പിന്നാലെ ചെയർമാൻ, വിഖ്യാത സംവിധായകൻ, മലയാളത്തിൻ്റെ അഭിമാനം, ലോകം മുഴുവൻ എത്തിച്ച വിഖ്യാത സംവിധായകൻ അടൂർ ഗോപാലകൃഷ്ണൻ KR നാരായണൻ ഫിലിം ആൻഡ് ടെലിവിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പടിയിറങ്ങുന്നു എന്ന വാർത്ത ആണ് ഏറ്റവും ഒടുവിൽ വരുന്നത്. കേരള വിഷൻ ന്യൂസ് 24